ഒരിക്കൽ ഒരു വലിയ ഷൂസ് കമ്പനി ഒരു മനുഷ്യനെ ആഫ്രിക്കൻ രാജ്യത്തേക്ക് അയക്കുകയാണ്. തങ്ങളുടെ ഷൂസും ചെരുപ്പും അവിടെ വിറ്റഴിക്കുവാൻ വാതിലുകൾ തുറക്കുവാനായിട്ടാണ് തന്നെ അയച്ചിരിക്കുന്നത്, ആ മനുഷ്യനെ അയച്ചിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം കപ്പലിൽ നിന്നും ഇറങ്ങി റോഡിലൂടെ നടക്കുകയാണ്. ആ അവസരത്തിൽ താൻ ശ്രദ്ധിച്ചു, ആർക്കും തന്നെ ചെരുപ്പില്ല. അദ്ദേഹം കമ്പനി ഓഫീസിലേക്ക് ഫോൺ ചെയ്തു. ഇവിടെ ആരും ചെരുപ്പ് ഇടുന്നില്ല, നമ്മുടെ ചരക്ക് വിൽക്കുവാൻ സാധ്യമല്ല എന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം കമ്പനിക്ക് വിളിച്ചറിയിക്കുവാൻ ഇടയായിത്തീർന്നത്. കമ്പനി അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, മറ്റൊരാളെ അതിന് പകരമായിട്ട് അയച്ചു. അദ്ദേഹവും കപ്പലിൽ നിന്നിറങ്ങി റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ അവസരത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചു, അദ്ദേഹം കമ്പനി ഓഫീസിലേക്ക് സന്ദേശം കൈമാറി, വേഗം എല്ലാ സൈസിലുമുള്ള ചെരുപ്പും ഷൂസും അയക്കുക, ഇവിടെ ആർക്കും ചെരുപ്പില്ല. ആയതിനാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ധാരാളം വിറ്റഴിക്കാൻ ഇവിടെ സാധ്യതയുണ്ട്. അങ്ങനെ ആ കമ്പനി രണ്ടാമതയച്ച ആള് നിമിത്തമായിട്ട് ആ കമ്പനി വലിയ പ്രോഫിറ്റിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. നോക്കൂ, ഒരേ സാഹചര്യം, എന്നാൽ രണ്ട് കാഴ്ചപ്പാട്. യെസ്, നാം രണ്ടാമത്തെ കൂട്ടത്തിൽ ആയിരിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർപ്പിക്കട്ടെ. കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഹിം ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.